എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കിപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിദ്യാഭ്യാസ ഏജൻസികളുമായി ബന്ധപ്പെട്ട 3 ഏരിയകളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. കുടുംബം, പിയർ ഗ്രൂപ്പ്, വിദ്യാലയം മുതലായവയായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ വിദ്യാഭ്യാസ ഏജൻസികളുടെ തുടർച്ചയായി വരുന്ന അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭരണകൂടം, സമുദായം എന്നീ മേഖലകളാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കം ആൻഡ് മ്യൂണിസ്, സമുദായത്തെ പറ്റിയാണ് പറയുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കം ആൻഡ് മ്യൂണിസ് എന്നീ 2 ലാറ്റിൻ പദങ്ങളിൽ നിന്ന് രൂപം കൊണ്ട വാക്കാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി എന്ന വാക്കിന്റെ അർത്ഥം സേവിക്കുക അല്ലെങ്കിൽ ഒന്നിച്ചു ചേരുക എന്നതാണ് ഈ പദത്തിന്റെ അർത്ഥം. അപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? കം ആൻഡ് മ്യൂണിസ് എന്ന 2 ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് കമ്മ്യൂണിറ്റി എന്ന വാക്കുണ്ടായത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഒന്നിച്ചു ചേരുക, സേവിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ധർമ്മങ്ങളാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സമുദായം ശിശുവിനെ സമൂഹവൽക്കരിക്കുന്നു. എന്താ ചെയ്യുന്നത്? സമുദായം ഒരു ശിശുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ശിശുവിനെ സാമൂഹ്യ ജീവിയായിട്ട് മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് നോക്ക്, അത് അതിലെ അംഗങ്ങളെ ശരിയായ വ്യവഹാര മാതൃകകളും മൂല്യങ്ങളും അഭ്യസിപ്പിക്കുന്നു. അപ്പൊ ഈ സമുദായം എന്ത് ചെയ്യുന്നു? സമുദായം എന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റിയിലെ അകത്ത് വരുന്ന വ്യക്തികൾക്കിടയിൽ ശരിയായ മൂല്യങ്ങളും വിശ്വാസങ്ങളും ധാരണകളും അന്തസ്സുകളും അങ്ങനെയുള്ള എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു ഏജൻസിയാണ് സമുദായം എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് നോക്കിയേ, അതാത് പ്രദേശത്തെ വികസനപരമായ ആവശ്യങ്ങൾ കണ്ടെത്തി വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. എന്താണ് പറഞ്ഞത്? അതാത് പ്രദേശത്തെ വികസനപരമായ ആവശ്യങ്ങൾ കണ്ടെത്തി വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ഇപ്പൊ ഓരോ കമ്മ്യൂണിറ്റികളും നോക്കുമ്പോൾ ഓരോ കമ്മ്യൂണിറ്റിയിലും എന്തൊക്കെ ലാക്കാണ് വിദ്യാഭ്യാസ പ്രദേശങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്നത് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്ത ശേഷം അതിന് വേണ്ട പുരോഗമനത്തിന് വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക എന്നത് സമുദായത്തിന്റെ പ്രധാന വിദ്യാഭ്യാസപരമായിട്ടുള്ള ധർമ്മമാണ്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിവിധ തരത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നു. അപ്പൊ നമ്മൾ ഓരോ കമ്മ്യൂണിറ്റി ബേസിസ് ആയിട്ട് നോക്കിയ ശേഷം ഓരോ കമ്മ്യൂണിറ്റിയിലും വിദ്യാലയ സ്ഥാപനങ്ങളുടെ അനിവാര്യത നമ്മൾ പരിശോധിച്ച ശേഷം അത് എന്ത് ചെയ്യുന്നു? നടപ്പിലാക്കി കൊടുക്കുന്നു. ഓരോ പ്രദേശത്തും വ്യത്യസ്ത വിദ്യാഭ്യാസ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുന്നു. ഒരു പ്രദേശത്ത് ഒരു സമുദായത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉന്നമനത്തിനും പുരോഗതിക്കും ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അനിവാര്യമായിട്ട് വേണ്ട സാധനമാണ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫണ്ടിങ് നടപ്പിലാക്കാനായിട്ട് ആര് വേണോ അവിടെ സമുദായത്തിൽ ഫണ്ടിങ് നടത്താനായിട്ട് ഒരു ഏജൻസി അവിടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന പ്രധാനമായിട്ടുള്ള വസ്തുതകളാണ് നമ്മുടെ സമുദായത്തിൽ വരുന്ന ഏറ്റവും പ്രധാനമായ വിദ്യാഭ്യാസപരമായിട്ടുള്ള ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ഏജൻസികളിൽ അവസാനം വരുന്ന ഭാഗമാണ് ഏത്? ഭരണകൂടം എന്ന് പറയും. ഭരണകൂടം എന്നത് ഉദ്ദേശിക്കുന്നത് സ്വന്തം അതിർത്തിക്കുള്ളില് പരമാധികാരം കാത്തു സൂക്ഷിക്കാനും പ്രയോഗിക്കാനും രാഷ്ട്രത്തിന് കഴിയുന്ന ഒരു തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ രാഷ്ട്രത്തിന് പ്രത്യേകം പ്രയോഗിക്കാൻ കഴിയുന്ന അധികാരത്തെ വിളിക്കുന്ന പേരാണ് ഭരണകൂടം എന്ന് പറയുന്നത്. ഈ ഭരണകൂടത്തിനും പ്രധാനപ്പെട്ട കുറെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. അപ്പൊ ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ധർമ്മങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നത് നമ്മുടെ ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ധർമ്മത്തിൽ വരുന്ന ഒരു പോയിന്റ് ആണ്. 2, നിർബന്ധിതമായി പ്രാഥമിക വിദ്യാഭ്യാസം ഏർപ്പെടുത്തുക. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമായിട്ട് തന്നെ ഏർപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭരണകൂടം അല്ലെങ്കിൽ നമ്മുടെ പരമാധികാരിയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമാണെന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് വഹിക്കുക. ഇപ്പൊ സ്കൂളിനും സ്കൂൾ പരമായിട്ടുള്ള പുസ്തകങ്ങളായിക്കോട്ടെ, സ്കൂൾ ഫണ്ടിങ് ആയിക്കോട്ടെ, കുട്ടികളുടെ വികസനം എന്നീ കാര്യങ്ങൾക്ക് എല്ലാം വേണ്ട ചെലവുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അവിടെ വേണ്ട മറ്റ് സാങ്കേതികതകളും എല്ലാം തന്നെ വിനിയോഗിക്കാനായിട്ടുള്ള ചെലവുകളുണ്ട്. അപ്പൊ ഈ ചെലവുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ധർമ്മങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക.
ഇപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ ആ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം കൺഫേം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഭരണകൂടത്തിന്റെ ലക്ഷ്യങ്ങളാണ്. അടുത്ത പോയിന്റ്, പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും നിർദ്ദേശിക്കുക. എന്താണ്ട? പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും നിർദ്ദേശിക്കുക. സ്കൂളില് നമ്മുടെ പഠന പദ്ധതി കാര്യക്ഷമമായി വിനിയോഗിക്കണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ കൂടെ പ്രയോഗിക്കണം. ടെക്സ്റ്റ് ബുക്കുകളിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും നിർദ്ദേശിക്കുക, നിയന്ത്രണവും മാർഗനിർദ്ദേശനവും നൽകുക. ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമാണ് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് റൂളുകൾ എന്ത് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുകയും അവർക്ക് വേണ്ട ഒരു ചിട്ടവട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം എങ്ങനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് ഒരു ഭരണകൂടത്തിന്റെ പ്രധാന ലക്ഷ്യമാണ്. അത് വിദ്യാഭ്യാസ സ്ഥാപനമായിക്കോട്ടെ, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അത് ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് ആ പറയുന്ന സ്ഥാപനത്തിന്റെ ഭരണകൂടത്തിന്റെ പ്രധാനമായിട്ടുള്ള അധികാരമാണെന്നാണ് പറയപ്പെടുന്നത്. അധ്യാപകരുടെ ലഭ്യതയും നിയമനവും ഉറപ്പുവരുത്തുക. ഒബ്വിയസ്ലി ടീച്ചേഴ്സ് അവൈലബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ്സുകളിൽ ടീച്ചേഴ്സിനെ കൃത്യമായ രീതിയിൽ ഓരോ വിഷയങ്ങൾക്കും അധ്യാപകര് ലഭ്യമാണോ, അവരുടെ സോഴ്സസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് എന്ന് പരിശോധിക്കുക എന്നുള്ളത് നമ്മുടെ ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ ധർമ്മമായിട്ട് കണക്കാക്കപ്പെടുന്നു. നെക്സ്റ്റ് നോക്കുക, ഗുണനിലവാരം പാലിക്കുക. വിദ്യാഭ്യാസത്തിലെ അടിസ്ഥാനമായിട്ടുള്ള ഒന്നാണ് ഗുണനിലവാരം. നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണോ നമ്മൾ നൽകുന്നത്? കുട്ടികളുടെ കായികം, കലാപരം, അതുപോലെ തന്നെ സാങ്കേതികപരമായിട്ടുള്ളതും പാഠ്യപദ്ധതിയും പാഠ്യേതരമായിട്ടുള്ള വിഷയങ്ങളിലുള്ള എല്ലാ വികസനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നതാണോ നമ്മുടെ വിദ്യാഭ്യാസത്തിലെ പ്രവർത്തനങ്ങളെന്ന് ആര് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഭരണകൂടം എന്ത് ചെയ്യണം? ചെക്ക് ചെയ്ത് കാര്യക്ഷമമായിട്ടുള്ള കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയും വികാസത്തിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ നടപ്പിലാക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് നോക്കുക, പൗരത്വ പരിശീലനം. നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെയും സമൂഹത്തിലെ ഒരു ജീവിയായിട്ട് മാറുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ഓരോരുത്തരും പൗരന്മാരാണ്. ഈ പൗരപരമായിട്ടുള്ള ധർമ്മങ്ങളെ പറ്റിയും പൗരത്വം വികസിപ്പിക്കാനും നമ്മുടെ ഭരണകൂടം എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, വിദ്യാഭ്യാസ ഗവേഷണം സംഘടിപ്പിക്കുക. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അപ്പൊ ഈ മേൽപ്പറഞ്ഞ ഇത്രയും പോയിന്റ്സുകളാണ് നമ്മുടെ ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ധർമ്മങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്. വിദ്യാഭ്യാസ ഏജൻസികൾ എന്ന ടോപ്പിക്ക് കവർ ആയിട്ടുണ്ട്. പൂർണ്ണമായ രീതിയിൽ നമ്മൾ എടുത്തിട്ടുള്ള മേഖലകൾ എന്ന് പറയുന്നത് 4 or 5 ടോപ്പിക്കുകളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത് കുടുംബമാണ് പറഞ്ഞത്, 2 പിയർ ഗ്രൂപ്പ്, 3 വിദ്യാലയം, 4 സമുദായം, 5 ഭരണകൂടം. ഈ പറയുന്ന 5 പോയിന്റ്സുകളെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ വിദ്യാഭ്യാസ ഏജൻസികൾ എന്ന ടോപ്പിക്ക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എനിവേ നമ്മുടെ ടോപ്പിക്ക് കവർ ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.